Dear students, in this class we are dealing properties of solids. Electrical properties of solids. വൈദ്യുതിയെ കടത്തിവിടുന്നതിനനുസരിച്ച് സോളിഡ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. വൈദ്യുതി കടന്നു പോകാൻ അനുവദിക്കുന്ന സോളിഡ്സിനെ പറയുന്ന പേരാണ് കണ്ടക്ടർ. വൈദ്യുതി കടത്തിവിടാത്ത സോളിഡ്സിനെ പറയുന്ന പേരാണ് ഇൻസുലേറ്റർ. വളരെ കുറച്ച് മാത്രം വൈദ്യുതി കടത്തിവിടുന്ന സോളിഡ്സാണ് സെമി കണ്ടക്ടേഴ്സ്. മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സാണ്. പ്ലാസ്റ്റിക്, റബ്ബർ പോലെയുള്ള പദാർത്ഥങ്ങൾ ഇൻസുലേറ്ററുകളാണ്. സിലിക്കൺ, ജർമേനിയം പോലെയുള്ള പദാർത്ഥങ്ങൾ സെമി കണ്ടക്ടേഴ്സാണ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെറ്റീരിയൽസ് ദറ്റ് അലൗസ് ഇലക്ട്രിക് കറൻറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. ഇൻസുലേറ്റേഴ്സ് ദറ്റ് ഡസ് നോട്ട് allow the electric current to pass through it. Semiconductor partially allows the passage of electric current. കണ്ടക്ടിവിറ്റി റേഞ്ചിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് 10⁻⁴ to 10⁻⁷ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ച് കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും ഇടയിലാണ്. ദാറ്റ് ഈസ് 10⁻⁻⁶ to 10⁻⁴. ഇൻസുലേറ്ററിന് കണ്ടക്ടിവിറ്റി റേഞ്ച് വളരെ കുറവാണ്. 10⁻⁻10 to 10⁻⁻20 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ് ഇൻസുലേറ്ററിൻ്റെ കണ്ടക്ടിവിറ്റി റേഞ്ച്. കണ്ടക്ടറുകൾക്ക് എക്സാമ്പിൾസ് മെറ്റൽസ്, ഗ്രാഫൈറ്റ്, എക്സിട്ര. സെമി കണ്ടക്ടേഴ്സ് സിലിക്കൺ, ജർമേനിയം, എക്സിട്ര. റബ്ബർ, ഗ്ലാസ്, പ്ലാസ്റ്റിക്, എക്സിട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടിവിറ്റീനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബാൻഡ് തിയറി എന്ന തിയറി ഉപയോഗിച്ചാണ്. ബാൻഡ് തിയറിയിലെ പ്രധാന പോയിൻറ്റ്സാണ് താഴെ പറയുന്നത്. അതായത് ആറ്റമിക് ഓർബിറ്റൽസ്, ക്രിസ്റ്റലിൻ്റെ അല്ലെങ്കിൽ സോളിഡ്സിൻ്റെ ആറ്റമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ക്ലോസ്ലി പാക്ക്ഡ് മോളിക്കുലാർ ഓർബിറ്റൽസിന് ഒരേ എനർജിയിലുള്ള ക്ലോസ്ലി പാക്കായിട്ടുള്ള, അതായത് സോളിഡിൽ ആയിരക്കണക്കിന് ആറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് പാർട്ടിക്കിളുണ്ട്, അവയിൽ ആയിരക്കണക്കിന് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്. അവയുടെ എനർജി ഏകദേശം ഒരേപോലെയുള്ള എനർജിയുള്ള ക്ലോസ്ലി പാക്ക്ഡ് മോളിക്കുലാർ ഓർബിറ്റൽസിന് നമ്മൾ പറയുന്ന പേരാണ് ബാൻഡ്സ്. ബാൻഡ് തിയറിയിൽ ക്ലോസ്ലി പാക്ക്ഡ് മോളിക്കുലാർ ഓർബിറ്റൽസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ബാൻഡ്സ്. ഇവിടെ രണ്ട് തരം ബാൻഡുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തത് വാലൻസ് ബാൻഡ്, VB എന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിനെ CB എന്ന് സൂചിപ്പിക്കുന്നു. നമുക്കറിയാം വാലൻസ് ഷെല്ല് പോലെ തന്നെ വാലൻസ് ബാൻഡും എനർജി കൂടുതലുള്ള ലാസ്റ്റ് ഇലക്ട്രോൺ നിൽക്കുന്ന ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽസിനെ പറയുന്ന പേരാണ് വാലൻസ് ബാൻഡ്. വാലൻസ് ഷെല്ല് പോലെ തന്നെ അവസാനത്തെ ഇലക്ട്രോൺ നിൽക്കുന്ന ഓർബിറ്റൽ. വാലൻസ് ഷെല്ലിൽ നിന്ന് ആറ്റത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ വാലൻസ് ബാൻഡ് എന്നാണ് മോളിക്യൂളിൻ്റെ കേസിൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ കേസിൽ നമ്മളിതിനെ സൂചിപ്പിക്കുന്നത്. അതിന് തൊട്ടുമുകളിലുള്ള ഇലക്ട്രോൺ ഇല്ലാത്ത ഓർബിറ്റലിനെ പറയുന്ന ഓർബിറ്റൽസിൻ്റെ ക്ലോസ്ലി പാക്ക്ഡ് ഓർബിറ്റൽസിനെ നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ് CB. വാലൻസ് ബാൻഡിനെ നമ്മൾ ഹോമോ എന്നും കൂടി സൂചിപ്പിക്കുന്നു. ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ, ഹയസ്റ്റ് ഓക്യുപ്പൈഡ് വിത്ത് ഇലക്ട്രോൺ. കണ്ടക്ഷൻ ബാൻഡിനെ നമ്മൾ ലൂമോ എന്നും കൂടി പറയുന്നു, ലോവസ്റ്റ് അൺഓക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ബാൻഡ് തിയറി അനുസരിച്ച് ആറ്റത്തിൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഒരുപാട് ബാൻഡുകളുണ്ട്. അതിലെ പ്രധാന ബാൻഡുകളാണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. ഇലക്ട്രോൺ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കടക്കുകയാണെങ്കിൽ
കണ്ടക്ഷൻ നടക്കുന്നതായിട്ട് ബാൻഡ് തിയറി പറയുന്നു. കണ്ടക്ഷൻ ബാൻഡിൽ നിന്നുള്ള വാലൻസ് ബാൻഡിൽ നിന്നുള്ള ഇലക്ട്രോണിൻ്റെ കണ്ടക്ഷൻ ബാൻഡിലേക്കുള്ള പ്രവാഹമാണ് കണ്ടക്ഷന് കാരണമെന്ന് ബാൻഡ് തിയറി പറയുന്നു. അപ്പോൾ മെറ്റൽസിൻ്റെ കേസിൽ ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റൽസ് നമുക്കറിയാം, അത് കണ്ടക്ടറാണ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാൻഡുകൾ തമ്മിൽ ഓവർലാപ്പിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പാർഷ്യലി ഫിൽഡാണ്, ഇലക്ട്രോണുള്ള ബാൻഡുകളാണ്. അല്ലെങ്കിൽ ഈ ബാൻഡുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് ഇലക്ട്രോണിന് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കടക്കാൻ സാധിക്കുന്നു. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ കണ്ടക്ഷൻ നടക്കുന്നു. അതാണ് കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് കാരണമെന്ന് ബാൻഡ് തിയറി പറയുന്നു. ഇൻസുലേറ്ററിൻ്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് മീൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എനർജി ഗ്യാപ്പാണ്. എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ്. ഇലക്ട്രോണിന് യഥാർത്ഥത്തിൽ ഒരു നിലയ്ക്കും വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കടക്കാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് കണ്ടക്ഷൻ നടക്കുകയുമില്ല. സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ ചെറുതാണ്. കുറച്ച് ഇലക്ട്രോണുകൾക്ക് ആ എനർജി ഓവർകം ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കടക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് കുറച്ച് കണ്ടക്ടിവിറ്റി, സ്മോൾ കണ്ടക്ടിവിറ്റി ഈസ് ഹാപ്പനിങ് ഇൻ സെമി കണ്ടക്ടേഴ്സ്. ബാൻഡ് തിയറിയുടെ ഡയഗ്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, the gap is small, the energy gap is small. In the case of insulators, valence ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ്, ലാർജ് എനർജി ഗ്യാപ്പ്. In the case of metals or conductors, the bands are overlapped or partially filled. അപ്പോൾ ഈ എനർജി ഗ്യാപ്പിനെ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഇൻ എനർജി, ആ എനർജി ഗ്യാപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോർബിഡൻ സോൺ. ഇറ്റ് ഈസ് കോൾഡ് ഫോർബിഡൻ സോൺ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടേഴ്സ്, forbidden zone is very less, and in the case of semiconductor, small gap, and in the case of insulator, large forbidden zone or large energy difference. സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിയെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പ്രതിപാദിക്കാം. സെമി കണ്ടക്ടേഴ്സിന് കണ്ടക്ടിവിറ്റിയിൽ വരുന്ന 3 ടോപ്പിക്കുകളാണ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് ഡോപ്പിംഗ്. നമുക്കറിയാം, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് കുറച്ച് ഇലക്ട്രോണുകൾക്ക് കടക്കാൻ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള പ്രവണത കാണിക്കുന്നതിൻ്റെ പേരിൽ ചെറിയ തോതിലുള്ള കണ്ടക്ടിവിറ്റി സെമി കണ്ടക്ടർ കാണിക്കുന്നു. ഇങ്ങനെ കാണിക്കുന്ന സെമി കണ്ടക്ടിവിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻട്രിൻസിക് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി ഓഫ് എ പ്യുവർ സെമി കണ്ടക്ടർ ഈസ് കോൾഡ് ഇൻട്രിൻസിക് കണ്ടക്ടിവിറ്റി. ഈ കണ്ടക്ടിവിറ്റി പ്രാക്ടിക്കലി യാതൊരു പ്രയോജനമുള്ള കണ്ടക്ടിവിറ്റി അല്ല. ഈ കണ്ടക്ടിവിറ്റി നമുക്ക് കൂട്ടാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഓൺ ഹീറ്റിംഗ്, മോർ ഇലക്ട്രോൺ ജംപ്സ് യൂസ് ടി ബി. ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ, സി ബിയിലേക്കുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടുന്നു. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂട്ടിയാൽ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുന്നു. ഇപ്പോൾ പ്യുവറായിട്ടുള്ള സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻട്രിൻസിക് കണ്ടക്ഷൻ ഓർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാനായി അതിലേക്ക് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ മതി. ഇങ്ങനെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഇൻക്രീസസ് ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റി. ഇറ്റ് ഈസ് കോൾഡ് ഡോപ്പിംഗ്. ഇങ്ങനെ കിട്ടുന്ന കണ്ടക്ടിവിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്ട്രിൻസിക് കണ്ടക്ടിവിറ്റി. എക്സ്ട്രിൻസിക് കണ്ടക്ടിവിറ്റി മൂലം ക്രിസ്റ്റലിൽ ഇലക്ട്രോണിക് ഡിഫക്റ്റ് അനുഭവപ്പെടുന്നു. എക്സ്ട്രിൻസിക് കണ്ടക്ടിവിറ്റി 2 തരത്തിൽ കാണുന്നുണ്ട്. ഒന്ന് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, രണ്ടാമത്തത് പി ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടുന്നതിന് വേണ്ടി സെമി കണ്ടക്ടറിലേക്ക്
സെമി കണ്ടക്ടറായിട്ട് നമ്മൾ പറയുന്നത് സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയത്തിലേക്ക് 15-ാം ഗ്രൂപ്പ് ആറ്റങ്ങൾ ആഡ് ചെയ്യണം. ഇമ്പ്യൂരിറ്റി ആയിട്ട് 15-ാം ഗ്രൂപ്പ് ആറ്റങ്ങൾ, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള 15-ാം ഗ്രൂപ്പ് ആറ്റങ്ങൾ ആഡ് ചെയ്താലാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറായി ഉണ്ടാകുന്നത്. ഇവിടെ കണ്ടക്ടിവിറ്റിക്ക് കാരണം ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ, ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന മൊബൈൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഡീലോക്കലൈസ്ഡ് എക്സ്ട്രാ ഇലക്ട്രോണുകളാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന് എക്സ്ട്രാ കണ്ടക്ടിവിറ്റി കൊടുക്കുന്നത്. പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത് 13-ാം ഗ്രൂപ്പ് ആറ്റങ്ങൾ സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്തിട്ടാണ്. ഇങ്ങനെ കിട്ടുന്ന കണ്ടക്ടിവിറ്റി നമ്മൾ പറയുന്ന പേരാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. കണ്ടക്ടിവിറ്റിക്ക് കാരണം അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതലുള്ള കണ്ടക്ടിവിറ്റിക്ക് കാരണം ഇലക്ട്രോൺ ഹോളുകളോ ഇലക്ട്രോൺ വേക്കൻസികളോ ആണ്. കമ്പാരിസൺ ബിറ്റ്വീൻ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് പി ടൈപ്പ് സെമി കണ്ടക്ടറുകൾ തമ്മിലുള്ള താരതമ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ബൈ ആഡിങ് ഡോണർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാകുന്നു. ആ ഇമ്പ്യൂരിറ്റി പെൻഡാവാലൻ്റ് ആണ്. 15-ാം ഗ്രൂപ്പിലെ ആയതിൻ്റെ പേരിൽ അത് പെൻഡാവാലൻ്റ് ആണ്. കണ്ടക്ടിവിറ്റിക്ക് കാരണം ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ആണ്. 15-ാം ഗ്രൂപ്പിലുള്ള എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കാരണം ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ടാണ്. 13-ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഇവിടെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആണ്. കണ്ടക്ടിവിറ്റിക്ക് കാരണം നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഹോളുകളാണ്, ഇലക്ട്രോൺ വേക്കൻസിയാണ്. 13-ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് ഉദാഹരണമായി ബോറോൺ, അലുമിനിയം, ഗാലിയം എന്നിവയാണ്. ഒരു എൻ ടൈപ്പ് പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ ക്രിയേഷനെ കുറിച്ചുള്ള ഡയഗ്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, 14-ാം ഗ്രൂപ്പ് മൂലകമായ സിലിക്കണ് ചുറ്റും 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഈ 4 വാലൻസ് ഇലക്ട്രോൺ ഉപയോഗിച്ച് സിലിക്കൺ ചുറ്റുമുള്ള 4 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലൻ്റ് ബോണ്ടിങ്ങിലാണ്. 15-ാം ഗ്രൂപ്പ് മൂലകമായ ഫോസ്ഫറസ് ഇവിടേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു സിലിക്കൺ മാറി അവിടെ ഒരു ഫോസ്ഫറസ് വന്നിരിക്കുന്നു. അപ്പോൾ ഫോസ്ഫറസിൻ്റെ ഉള്ളിലുള്ള 5 ഇലക്ട്രോണുകളിൽ 4 ഇലക്ട്രോണുകൾ കോവാലൻ്റ് ബോണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു ഇലക്ട്രോൺ അവിടെ ഫ്രീ ആണ്. ആ ഫ്രീ ഇലക്ട്രോണാണ് ഇവിടെ കണ്ടക്ടിവിറ്റി കൊടുക്കുന്നത്. ഈ ഫ്രീ ഇലക്ട്രോണിനെ പറയുന്ന പേര് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ഓർ എക്സ്ട്രാ ഇലക്ട്രോൺ എന്നാണ്. ഇൻ ദ കേസ് ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടർ വി ആഡ് ബോറോൺ. 13-ാം ഗ്രൂപ്പ് മൂലമായ ബോറോൺ ആഡ് ചെയ്യുമ്പോൾ ബോറോണിൻ്റെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോണുകളാണുള്ളത്. ഒരു സിലിക്കൺ ആറ്റം മാറി അവിടെ ഒരു ബോറോൺ ആറ്റം വരികയാണെങ്കിൽ ബോറോൺ ആറ്റത്തിന് 4 ബോണ്ട് കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ വരുന്നു. അതായത് ഒരു ബോണ്ടിൽ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് അനുഭവപ്പെടുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹോള്. ഈ ഹോളിലേക്ക്, അതായത് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി അനുഭവപ്പെടുന്ന ഈ ഹോളിലേക്ക് സമീപത്തുള്ള ഇലക്ട്രോണുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള ഇലക്ട്രോണുകൾ പോകുന്നതിൻ്റെ പരമായി അവിടെയും ഹോളുകൾ വരുന്നു. ഇങ്ങനെ ആക്ച്വലി ഇലക്ട്രോണുകളുടെ മൂവ്മെൻ്റാണ്, ഹോളിലേക്കുള്ള മൂവ്മെൻറ്റ് ആണ് പി ടൈപ്പ് സെമി കണ്ടക്ടിവിറ്റിക്ക് കാരണം. പി ടൈപ്പ് സെമി കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ഹോൾസ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ അപ്ലിക്കേഷനാണ് ഫോർ മേക്കിംഗ് ഡയോഡ്, റെക്ടിഫയേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ്. ഇതുപോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ സെമി കണ്ടക്ടേഴ്സ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നു. അടുത്തത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി നോക്കി സോളിഡിനെ 5 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, ആൻറ്റി ഫെറോമാഗ്നറ്റിസം, ഫെറി മാഗ്നറ്റിസം. പാരാമാഗ്നറ്റിസം നമുക്കറിയാം. പാരാമാഗ്നറ്റിസം അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ സാന്നിധ്യം മൂലം, ഒന്നോ അതിലധികമോ അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ സാന്നിധ്യം മൂലം ക്രിസ്റ്റലിൽ അനുഭവപ്പെടുന്നതാണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുകയാണെങ്കിൽ
അത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പതുക്കെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഈ പാരാമാഗ്നറ്റിക് വസ്തുവിൽ മാഗ്നറ്റിസം ചെറുതായിട്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഉള്ള മാഗ്നറ്റിക് ഡയറക്ഷനിൽ തന്നെയാണ് അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിസവും. ദറ്റ് ഈസ് ദേ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ്. എക്സാമ്പിളായിട്ട് പാരാമാഗ്നറ്റിസത്തിന് എക്സാമ്പിളായിട്ട് ഓക്സിജൻ, കോപ്പർ 2+, Fe3+, എക്സിട്ര. പാരാമാഗ്നറ്റിക് വസ്തു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ മാഗ്നറ്റിക് ലൈൻസ് അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് കാണിക്കാനാണ് ഈ ഡയഗ്രാം നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. പാരാമാഗ്നറ്റിസം ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. നെക്സ്റ്റ് ഡയാമാഗ്നറ്റിസം. ഡയാമാഗ്നറ്റിസത്തിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. എല്ലാ ഇലക്ട്രോണുകളും പെയർഡാണ്. അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ സാന്നിധ്യമില്ലാത്തതാണ് ഡയാമാഗ്നറ്റിസത്തിന് കാരണം. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വയ്ക്കുമ്പോൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നില്ല. വീക്കിലി റിപ്പൽഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ആ ഡയഗ്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അത് മാഗ്നറ്റുമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ അതൊക്കെ റിപ്പൽ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ദ ക്യാൻ ബി വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് മാഗ്നറ്റിക് ഫീൽഡിലുള്ള മാഗ്നറ്റും അതുപോലെ തന്നെ ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസും സോളിഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാഗ്നറ്റൈസ്ഡ് ആവുന്നത്. അതിൻ്റെ പേരിൽ അവ പരസ്പരം റിപ്പൽ ചെയ്യുന്നു. The pairing of electron cancels their magnetic moment and they lose their magnetic character. Example, H2O, NaCl, C6H6. മാഗ്നറ്റിക് ലൈൻസ് വസ്തുവിൽ നിന്ന്, സോളിഡിൽ നിന്ന് റിപ്പൽ ചെയ്യപ്പെടുന്നു എന്ന് കാണിക്കാനാണ് ഈ ഡയഗ്രാം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫെറോ മാഗ്നറ്റിസം. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡിൽ സ്ട്രോങ്ങറായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. ഇനി ഫെറോ മാഗ്നറ്റിക് ഫീൽഡ്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാഗ്നറ്റ് മാറ്റിയാലും ഈ മാഗ്നറ്റിസത്തിന് റീറ്റെയിൻ ചെയ്യുന്നു. ക്യാൻ ബി പെർമനൻ്റ്ലി മാഗ്നറ്റൈസ്ഡ് ആൻഡ് റീറ്റെയിൻ മാഗ്നറ്റിസം വെൻ ദ എക്സ്റ്റേണൽ ഫീൽഡ് ഈസ് റിമൂവ്ഡ്. ഇതിന് കാരണം പറയുന്നത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഒരു 10-15 ആറ്റം കൂടിച്ചേർന്ന് ഒരു ടൈനി മാഗ്നറ്റ് പോലെ, ചെറിയൊരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കുന്നു. ഈ മാഗ്നറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ്, ഈ കൂട്ടങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഡൊമൈൻസ്. അവയുടെ മാഗ്നറ്റിക് ഓറിയൻറ്റേഷൻ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഓറിയൻറ്റേഷനിൽ തന്നെയാണ്. അത് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഇഫക്റ്റ് ഈ വസ്തുവിൽ ഉണ്ടാക്കുന്നു. ഈ മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദറ്റ് ഈസ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്, can be permanently magnetized, can retain magnetism when external field is removed. This is due to the spontaneous alignment of magnetic moment of individual domains in the same direction as that of an external field, and a strong magnetic effect is produced. Iron, cobalt, nickel, gadolinium, chromium oxide, etc. are examples of ferromagnetic substances. ഇവ പെർമനൻ്റ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാനായിട്ട്, സ്ഥിര കാന്തങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ആൻറ്റി ഫെറോ മാഗ്നറ്റിസം. മാഗ്നറ്റിക് ഡൊമൈൻസ്, ഇവിടെയും മാഗ്നറ്റിക് ഡൊമൈൻസ് ഉണ്ടാവുന്നുണ്ട്. മാഗ്നറ്റിക് ഡൊമൈൻസ് ഓപ്പോസിറ്റ്ലി ഓറിയൻറ്റഡ് ആയതിൻ്റെ പേരിൽ അവയുടെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിട്ട് പോകുന്നു. ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷേ മാഗ്നറ്റിക് ഡൊമൈൻസ് ആർ ഓപ്പോസിറ്റ്ലി ഓറിയൻറ്റഡ് ഇൻ എക്സ്റ്റേണൽ ഫീൽഡ്. ദെർഫോർ ദർ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് 0. എക്സാമ്പിൾ, മാഗ്നീസ് ഓക്സൈഡ്. ദ ഡയഗ്രാം ഈസ് ഷോൺ ഇൻ ഹിയർ. The magnetic moment vectors are oppositely oriented. Equal number of magnetic moment vectors in opposite direction. Ferrimagnetism. ഫെറിമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ഇൻഡിവിജ്വൽ മാഗ്നറ്റിക് ഡൊമൈൻസ് ഉണ്ട്, പക്ഷേ അൺഈക്വൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്
moment of individual domains in opposite direction. Weakly attracted by external magnetic field. ഈ മാഗ്നറ്റിസം ഹീറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിസം നഷ്ടപ്പെടുകയും ഇത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുകയും ചെയ്യുന്നു. എക്സാമ്പിൾ Fe3O4, MgFe2O4, Zn Fe2O4. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്റ്റേഴ്സ് ആർ അലൈൻഡ് അൺഈക്വൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്റ്റേഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് അതിൻ്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് കുറേ മാഗ്നറ്റിക് ഇഫക്റ്റ് ക്യാൻസൽ ചെയ്ത് പോകുന്നു, മാഗ്നറ്റിക് മൊമെൻറ്റ് കുറയുന്നു. ഫെറി മാഗ്നറ്റിക്കിൻ്റെ മാഗ്നറ്റിക് ഓറിയൻറ്റേഷനാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. Magnetic orientation of paramagnetic, ferromagnetic, antiferromagnetic and ferrimagnetic materials are given in പാരാമാഗ്നറ്റിക്കിൽ റാൻഡം ഓറിയൻറ്റേഷൻ ആണ്. ഫെറോമാഗ്നറ്റിക്കിൽ എല്ലാ മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്റ്റേഴ്സും ഒരു ഡയറക്ഷനിലാണ്. സോ ക്യാൻ ബി റീറ്റെയിൻ മാഗ്നറ്റിസം ആൻഡ് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഇഫക്റ്റ്. ആൻറ്റിഫെറോമാഗ്നറ്റിസത്തിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്റ്റേഴ്സ് ആർ equal and opposite equal magnetic moment vectors in opposite direction. Therefore the net magnetic moment is 0. Ferrimagnetism unequal magnetic moment vectors in opposite direction. Therefore their magnetic effect is reduced. In this class we discussed two main properties of solids: electrical property and magnetic property. Different classes of solid on the basis of electrical property and different classes of solid on the basis of magnetic property. Conductors, insulator, semiconductor, classes of semiconductor, doping, and the magnetic properties like ferromagnetism, ferrimagnetism, antiferromagnetism, etc. Thank you.